ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ പിന്നെ ഏതാണ്ട് അന്ന് പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രി ആ സമയത്താണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ വലിയ പ്രയാസമുള്ള സമയമാണ്. ഒരുപാട് പേര് മദ്രാസിൽ പോയി കിടന്ന് താമസിച്ച് പലരും അങ്ങനെ സക്സസ്ഫുള്ളല്ലാതാകും, ചിലരാകും, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ മദറും പറഞ്ഞത് അവർക്കൊന്നും ഒരിക്കലും ഇത് വിശ്വാസമല്ല. സിനിമയിൽ അഭിനയിച്ച് ഇയാൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ചോദിച്ചാൽ അതേ ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞത് യു കംപ്ലീറ്റ് ഡിഗ്രി, അതൊന്ന് ഒരു ജോലി വേണം, അന്നൊരു ഗവൺമെൻറ് സർവൻ്റ് ആകാമെന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് 48 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഡിഗ്രി മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ എൻ്റെ BCom പാസ്സായ കാര്യം അറിയുന്നത്. സോ എനിക്ക് അത്ര ഒരു ഫ്രീഡം അവർ തന്നു. അവർ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാനും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനിങ്ങനെ ഒരു ആക്ടറാകുന്നു. എനിക്കങ്ങനെ ഒരു ആക്ടറാകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് അങ്ങനെ ഒരു ആക്ടറാകാനുള്ള ഒരു തരത്തിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നുമില്ല. നമ്മളൊരു ധൈര്യത്തിൻ്റെ മുകളിൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്താണെന്നൊന്നും അറിയാതെ പോയി അഭിനയിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയായി ഇതാ ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ അതേ സ്വാതന്ത്ര്യം എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിരുന്നു, ഞാനും സുചിയും. അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ യാത്രകൾ ചെയ്യാം, അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ തീരുമാനങ്ങളും എന്നല്ല ഞാൻ പറയുന്നത്, അത്രയും ഫ്രീഡം ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അപ്പുവിനൊന്നും ഒരു സിനിമയിൽ വരണമെന്ന് ഒരാഗ്രഹമില്ലാത്ത ആളായിരുന്നു. അയാൾ സിനിമയിൽ വന്നു. അതൊരു കാലത്തിൻ്റെ നിയോഗം പോലെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. മായും പക്ഷേ ഇവർ രണ്ടുപേരും, ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത്. അത് അന്ന് എൻ്റെ മകനും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായി. ഏതാണ്ട് മായയും ആ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ അവർക്ക് അതിനോടുള്ളൊരു ഇൻക്ലിനേഷനുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഒരു ഘട്ടത്തിൽ അയാൾ സമ്മതിക്കേണ്ടി വന്നു അഭിനയിക്കാൻ. അതും അയാൾ പോലും അറിയാതെ സിനിമയിൽ വന്നു. മായ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മായയ്ക്ക് കുറച്ചുകൂടെ സിനിമയിൽ അഭിനയിക്കണമെന്നൊരാഗ്രഹമുള്ള കുട്ടിയായിരുന്നു. പിൽക്കാലത്താണ് ഞങ്ങൾ അറിയുന്നത്. പണ്ട് തമാശയ്ക്കൊക്കെ നമ്മൾ ചുമ്മാ ചില സ്കിറ്റുകളൊക്കെ നമ്മൾ കൂടിയിരിക്കുമ്പോൾ ചെയ്യും. പക്ഷേ അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൂടെ സഞ്ചരിച്ച് അവർ കവിതകൾ എഴുതി, പടങ്ങൾ വരയ്ക്കാറുണ്ട്. അവർ ഒരുപാട് കോഴ്സുകൾ ചെയ്തു. മായ ഇന്തോനേഷ്യയിൽ പോയി കുട്ടികളെ പഠിപ്പിച്ചിട്ട് വരെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് നമ്മൾ സമ്മതിക്കേണ്ടി വന്നു. അതിനൊരു മോശമായ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ പണ്ട് സിനിമ പിന്നെ വിചാരിച്ചിരിക്കുന്ന പോലെ ഒന്നുമല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ടായി സിനിമയ്ക്കല്ല എല്ലായിടത്തും. ആ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വളരെ സേഫായിട്ടുള്ളൊരു സോണുണ്ട്, ഞങ്ങളുടെ പ്രൊഡക്ഷനുണ്ട്, ഞങ്ങൾക്കൊരു നല്ല ഡയറക്ടറെ കിട്ടി, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒത്തു വന്നു. നമുക്കതിനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഞാൻ അഭിനയിച്ച സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ നടന്നു കയറിയത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു അതിലൊരു പുറകിലോട്ട് നോക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്കൊരു പ്രൊഡക്ഷനുണ്ട്, ആൻ്റണിയുടെയാണ്. എൻ്റെ മകൻ്റെ സിനിമയും ആൻ്റണി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരെങ്ങനെ ആ സിനിമ എടുക്കും, ആ സിനിമ എങ്ങനെ കാണും, എങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ളൊരു സോണിൽ നിന്ന് ആ കുട്ടി എൻ്റെ തുടക്കമാണ്. ഇനി അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഐ ആം സോ താങ്ക്ഫുൾ ടു ദ ഓൾമൈറ്റി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചാൻസും അങ്ങനെ തോന്നിപ്പിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രൊഫഷൻ, നല്ല കാര്യമാണ്. പക്ഷേ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഭാഗ്യം ഉണ്ടാവും, അതിന് നല്ല സംവിധായകരെ കിട്ടണം, നല്ല സ്റ്റോറി സെലക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ഇപ്പം ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു അവസരങ്ങളൊന്നുമില്ല. ഇന്ന സ്റ്റോറി സെലക്ട് ചെയ്താൽ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ടാവില്ല. ഒരു 10 സിനിമയോ അല്ലെങ്കിൽ 5 സിനിമയൊക്കെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ജീവിതത്തിൽ. പക്ഷെ അതൊന്നുമല്ല, നമ്മളങ്ങനെ സിനിമകൾ ചെയ്ത് പോയി. പക്ഷേ ഇവർക്കിന്ന് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, സമയമുണ്ട്, സെലക്ട് ചെയ്യാം, കേൾക്കാം, അതുമായിട്ട് ചർച്ചകൾ ചെയ്യാം. പണ്ട് വളരെ അപൂർവമായിട്ടൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്, അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരുപാട് പോസിബിലിറ്റീസ് ആണ്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൊണ്ട് അവർ വളരെ സേഫ് സോണിലാണ്, വളരെ സൂക്ഷിച്ച് പതുക്കെ സിനിമകൾ ചെയ്താൽ മതി. അല്ലാതെ ഇത്ര സിനിമ ചെയ്യണം എന്നുള്ള പിന്നെ ഒരു തയ്യാറെടുപ്പോടുകളിലും വന്നില്ല. ആൻഡ് ഷീ ലൈക്സ് ആക്ടിങ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അവർക്ക് കൂടുതൽ ഇതിൽ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ അതിനെ ചുമ്മാതെ എക്സ്പ്ലോർ ചെയ്താൽ പറ്റില്ല. അതിൻ്റെ പുറകിലൊരു വലിയ കൺവിക്ഷൻ വേണം, ഒരു പ്രാർത്ഥന വേണം, ഒരു ഡിസിപ്ലിൻ വേണം. അതൊക്കെ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.